എന്തിനാണ് താൻ എന്നെ ഉപേക്ഷിച്ച് പോയത്? എല്ലാം ഞാൻ തുറന്നു പറയാമെന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് താൻ എന്താ മോനെ, ഉണർന്നില്ലായിരുന്നോ? ഉണർന്നു. അല്ല, മോളെന്തിയേ? അവള് ബാത്റൂമില. ചായ കുടിക്കേ. ആയിക്കോട്ടെ. അല്ല മോനെ. എന്താ അടുത്തി? ഒന്നുമില്ല. നമ്മൾ നമ്മളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. ഇന്ന് പൗർണമിയാ, ഗർഭിണികളെ ജൈവദ്രവ്യങ്ങളിട്ട് കുളിപ്പിക്കുന്ന ദിവസം. അതെങ്ങനാ ബോധമുള്ളവർക്കല്ലേ ഇതൊക്കെ മനസ്സിലാവും. എന്നെ ഉദ്ദേശാണ് പറഞ്ഞെങ്കിൽ ബോധത്തിന് എനിക്ക് യാതൊരു കുറവുമില്ല. ഇന്നലെ തന്നെ ഞാനതിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൂജമോളോട് വരേണ്ട ഒറ്റ താമസേ ഉള്ളൂ. പൂജമോള് വന്നില്ലേ? ഇപ്പൊ വരുമേ, ബാത്റൂമിലാ. ആ കാച്ചി എണ്ണയും മറ്റും ഒരുപാട് നേരം പുറത്തു വയ്ക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് തേച്ചുകുളി നടത്തണം. ഞാൻ ഇന്നലെ പൂജമോളോട് പറഞ്ഞതാണല്ലോ, കൃത്യം 7 മണിക്ക് തന്നെ കുളിക്കാൻ തയ്യാറായി വരണം. കൊച്ചിന് അതിന്റെ പ്രാധാന്യം ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്രയും നേരം വൈകുവോ? നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ പിന്നെ നീ പോയി അവളെ കാര്യം പറഞ്ഞ് വിളിച്ചോണ്ടോ. അല്ല പിന്നെ ഓടി പോയി വിളിച്ചോണ്ടോ. പോ. ക്ലാരമ്മേ, വേപ്പിലിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചായിരുന്നോ? ബാക്കി അങ്ങാടി മരുന്നൊക്കെ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ ചേർത്തോളാം. എന്തായാലും പൂജമോൾ ഇങ്ങോട്ട് വരട്ടെ, ഒരുമിച്ച് അങ്ങ് കുളിപ്പിച്ചേക്കാം. പിന്നെ അവളാരാ? രാജകുമാരിയോ? എഴുന്നള്ളുന്നതും കാത്ത് നമ്മളെല്ലാം കുറ്റിയടിച്ച് നിൽക്കാൻ. ഓ, ഇവിടെ നിനക്ക് മത്സരമാണോ? ഇനി എന്നാടി നീ നന്നാവുന്നേ? കഷ്ടം തന്നെ, കഷ്ടം. അതിനിപ്പോ എന്താ ഇത്രമാത്രം ചിരിക്കാൻ? ഇവിടെ എന്താ വല്ല കോമഡി ഷോ നടക്കുന്നുണ്ടോ? ഒടുക്കത്തൊരു ചിരി. ഇതാരാണോ? എന്താ ചേച്ചി? പൂജമോൾ എവിടെ? അവിടെ ഗർഭകുളിക്ക് മുത്തച്ഛ തിരക്ക് കൂട്ടുന്നു. അവള് ബാത്റൂമിലാ. അത് ക്ലാരമ്മ പറഞ്ഞായിരുന്നു. അല്ല, ഇതെന്ത് പറ്റി ഇത്രയും താമസം? കൊച്ചിന് വയറിന് വല്ല അസുഖമുണ്ടോ? അറിയില്ല, ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞു വിടാം. ചേച്ചി അല്ലേ? ശരി. അല്ല മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ചേച്ചി എന്നാട്ടെ. ശരി. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിക്കാന്ന് വെച്ചാ എവിടെയെന്ന് വെച്ചിട്ടാ? അല്ലെങ്കിൽ തന്നെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്നേ? ഈശ്വര, അയ്യോ, ഇനി അടുത്തത് വിളിക്കാൻ വരുന്ന മുത്തശ്ശിയായിരിക്കും. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് ചെയ്യാ? എന്താ ചേച്ചി? പൂജമോളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. എന്താ? അല്ല, അവിടെ മുത്തശ്ശി തിരക്കുന്നുണ്ടേ. ഇന്ന് ആമിമോളെയും പൂജമോളെയും അങ്ങാടി മരുന്നിട്ട് വെള്ളത്തി കുളിപ്പിക്കാൻ പോവാ. ആമിമോൾ അവിടെ എണ്ണയൊക്കെ തേച്ച് റെഡിയായി നിൽക്കുക. പൂജമോളൂടെ വന്നിട്ട് വേണം തുടങ്ങാൻ. അവളൊന്നോളും. ചേച്ചി എന്നാട്ടെ. അല്ല അല്ല, അവളിതുവരെ ബാത്റൂമിൽ ഇറങ്ങിയില്ലേ? ഇല്ല. അയ്യോ, എന്ത് പറ്റി? അവക്ക് അവള് കുളിക്കുക.
അയ്യോ കുളിപ്പിക്കാനല്ലേ അവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നേ. അപ്പൊ പിന്നെ എന്ത് കുളിയാ? അല്ല കുളിക്കല്ല, അവള് പല്ലിക്ക. 32 പല്ല് തേക്കാൻ ഇത്ര സമയം? മോനിങ്ങോട്ട് പരക്കാൻ ഞാൻ വിളിക്കാം. ഏയ് വേണ്ട വേണ്ട വേണ്ട, ചേച്ചി എന്നാട്ടെ, ഞാൻ അവളെ കൊണ്ടുവന്നോളാം. എന്താ മോനെ ആകെ ഒരു വെപ്രാളം? എന്ത് വെപ്രാളം? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്തുവാ? ആ ഞാൻ പറഞ്ഞത് തന്നെ, കൊച്ചു വയറ്റി പിടിക്കാത്ത എന്തോ കഴിച്ചു, അതിന്റെ എനക്കേടല്ലേ? അല്ല അസുഖം പുറത്തു വരുന്നതിന് എന്തിനാ നാണക്കേട്? രോഗം ഒരു കുറ്റമല്ലെന്ന് പണ്ടൊരു നാടകത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല എന്റെ എന്തെങ്കിലും സഹായം വേണോ മോനെ? അല്ല വല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ മുത്തങ്ങ നീരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരണോന്നാ ചോദിച്ചത്. ഒന്നും വേണ്ട ചേച്ചി, ചേച്ചി എന്നാട്ടെ, ചെല്ല് ചെല്ല് ചെല്ല്, പോ. അല്ല അല്ല മോനെ അല്ല, പൂജമുള്ളില്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നാലേ മോന്റെ മുത്തശ്ശിന്റെ തല ചാടി പറിക്കും. ഞാൻ പറയാം, നേരിൽ വന്ന് വിളിച്ചോണ്ട് പോവാൻ. അത് വേണ്ട, ഞാൻ പൂജ വിളിച്ചോണ്ട് വരാം. ചേച്ചി ചെന്നാട്ടെ. നീ പൂജമോളെ വിളിച്ചില്ലേ? അയ്യോ ഞാൻ വിളിച്ചേ, ആ കൊച്ചിതുവരെ കക്കൂസിന്ന് ഇറങ്ങിയിട്ട് കാര്യമായിട്ട് ഏതാണ്ട് ആ കൊച്ചിന് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെ അങ്ങോട്ട് കയറി അന്വേഷിക്കാന്ന് വെച്ചാൽ ആദ്യമോ സമ്മതിക്കണ്ടേ? വഴി തടഞ്ഞങ്ങ് നിൽക്കുവല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. അമ്മയ്ക്ക് വേറെ പണിയൊന്നും, കക്കൂസി പോയി കാവിലെ നിൽക്കാൻ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരട്ടെ. അങ്ങനുണ്ടോ ഒരു കക്കൂസി കേട്ട്? അവള് കക്കൂസി കിടന്ന് ഉറങ്ങുവാന്നാ തോന്നേ. എന്നിട്ട് എന്റെ മോളെ, അവളുടെ വാൽ ട്യൂബ് പൊട്ടിപ്പോയ ലക്ഷണമാ. എങ്ങനെ പൊട്ടാതിരിക്കും? അമ്മാതിരി തീറ്റയല്ലേ ക്ലാരമ്മ കുത്തിക്കയറ്റി കൊടുക്കുന്നത്. വെറുതെ കിട്ടുന്നല്ലേ എന്ന് വിചാരിച്ച അവള് വന്ന് തിന്നും. പിന്നെ എങ്ങനെയാ അസുഖം വരാതിരിക്കുന്നേ? അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കക്കൂസി കയറിയിരിക്കുവോ? ഈശ്വര, മുത്തശ്ശി അവളു. ഞാൻ എന്ത് പറഞ്ഞു ഒഴിവാവാ?